ഹലോ, ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2026. ഇപ്പോൾ SSLC റിസൾട്ട് വന്ന് വിദ്യാർത്ഥികളൊക്കെ ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കാം. ഏതായാലും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിലെ പ്രധാനപ്പെട്ട കോഴ്സുകളുമായി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. www.hskep.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായിട്ടുള്ള HSCAP വെബ്സൈറ്റാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കോഴ്സുകളെക്കുറിച്ച് ഹയർ സെക്കൻഡറിയിലെ കോഴ്സുകളായിട്ടുള്ള പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ കാണാൻ സാധിക്കുക. അതിലൊന്ന് സയൻസ് ഗ്രൂപ്പ്, രണ്ടാമത്തേത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, മൂന്നാമത്തേത് കൊമേഴ്സ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ വിഷയത്തിലും ഓരോ ഗ്രൂപ്പുകളിലും നിരവധി കോഴ്സ് കോമ്പിനേഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കോമ്പിനേഷനാണ് വിദ്യാർത്ഥി പഠിക്കേണ്ടത്. നമുക്കറിയാം, ഇതാണ് ഹയർ സെക്കൻഡറി വെബ്സൈറ്റ്. HSCAP വെബ്സൈറ്റ് എന്ന് പറയുന്നത് സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന് പറയുന്ന മെയിൻ വിൻഡോ ആണിത്. ഇതിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകളെക്കുറിച്ച് ആദ്യം പരിചയപ്പെടാം. നമുക്ക് ഇവിടെ മുകളിൽ സ്കൂൾ ലിസ്റ്റ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി നിലവിലുള്ള എല്ലാ സ്കൂളുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം ഞാനൊരു ഉദാഹരണത്തിന് കാണിക്കാൻ വേണ്ടി മാത്രം ഇവിടെ മലപ്പുറം എന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി ഉള്ള മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുടെയും ലിസ്റ്റ്, അൺഎയ്ഡഡ് സ്കൂളുകളുടെയും ലിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാം. അത് കൃത്യമായി പരിശോധിച്ച് ഓരോ സ്കൂളുകളെക്കുറിച്ചും ആദ്യം ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അതിലേറ്റവും ആദ്യം തന്നെ സ്കൂൾ കോഡ്, പിന്നീട് സ്കൂളിൻ്റെ പേര്, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ ടൈപ്പ് അവിടെ കാണിക്കും. ലോക്കൽ ബോഡി ഏതാണെന്ന്, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ്, വിദ്യാഭ്യാസ ജില്ല, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, കോഴ്സ് കോഡ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കോഴ്സ് കോഡുകളുണ്ട്, കോമ്പിനേഷൻ കോഡുകളുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ സ്കൂളിലുള്ള കോഴ്സ് കോഡുകൾ, ഏതെല്ലാം വിഷയങ്ങളാണ് ആ സ്കൂളിലുള്ളത് എന്നാണ് അവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് സ്കൂൾ ജെൻഡർ, മിക്സഡ് സ്കൂളാണോ, ഗേൾസ് സ്കൂളാണോ, ബോയ്സ് സ്കൂളാണോ എന്നുള്ളത്. അവസാനമാണ് സെക്കൻഡ് ലാംഗ്വേജ്. പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറിയിൽ 2 ലാംഗ്വേജുകളാണ് കൂടുതൽ സ്കൂളുകൾ നമുക്ക് കാണാൻ സാധിക്കുക. അറബി, മലയാളം, അതല്ലെങ്കിൽ ഹിന്ദി തുടങ്ങിയിട്ടുള്ള പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് വിഷയങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് വിഷയങ്ങളും നമുക്ക് ലഭ്യമാണ്. ഏതായാലും ഇതിവിടെ നോക്കി കൃത്യമായിട്ട് സ്കൂളുകളുടെ ലിസ്റ്റ് ആദ്യം പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ നോക്കേണ്ടത് കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങിയാൽ വലതു ഭാഗത്ത് കാണുന്ന കോഴ്സ് ലിസ്റ്റ്. അതാണ് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ പ്രധാനമായിട്ടും 46 വിഷയ കോമ്പിനേഷനുകളാണ് നിലവിലുള്ളത്. ആ വിഷയ കോമ്പിനേഷനുകൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 46 വിഷയ കോമ്പിനേഷനുകൾ ഇവിടെ ഉണ്ട്. 46 വിഷയ കോമ്പിനേഷനുകളാണ് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവുക. ഇതിലേതെങ്കിലും ഒരു വിഷയ കോമ്പിനേഷൻ മാത്രമാണ് വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയ കോമ്പിനേഷൻ മാത്രമാണ് വിദ്യാർത്ഥി ഇതിൽ പഠിക്കേണ്ടത്. അതിൽ സയൻസ് വിഷയത്തിന് 10 കോമ്പിനേഷനുകളും, കൊമേഴ്സ് വിഷയങ്ങൾക്ക് 4 കോമ്പിനേഷനുകളും, ഹ്യൂമാനിറ്റീസ് വിഷയത്തിന് 32 കോമ്പിനേഷനുകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ വിഷയ കോമ്പിനേഷനുകളുള്ളത് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾക്കാണ്. സയൻസ് വിഷയത്തിന് 1 മുതൽ 9 വരെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. 1 മുതൽ 9 വരെ വിഷയ കോമ്പിനേഷനുകളും, തൊട്ട് താഴേക്ക് പോയാൽ 40ാമത്തെ വിഷയ കോമ്പിനേഷനും ഉൾപ്പെടെ 10 വിഷയ കോമ്പിനേഷനുകളാണ് സയൻസിനുള്ളത്. എന്നാൽ കൊമേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയ കോമ്പിനേഷനുകൾ വളരെ കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് കൊമേഴ്സ്. കൊമേഴ്സ് വിഷയത്തിൽ ഗ്രൂപ്പിലുള്ള വിഷയ കോമ്പിനേഷനുകൾ 36, 37, 38, 39 ഈ 4 പ്രധാനപ്പെട്ട വിഷയ കോമ്പിനേഷനുകളാണ്
കൊമേഴ്സ് വിഭാഗത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. അത് കഴിഞ്ഞ് ബാക്കി 32 വിഷയം, ബാക്കി എല്ലാം 32 വിഷയ കോമ്പിനേഷനുകൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എല്ലാ വിഷയ കോമ്പിനേഷനുകളൊന്നും പല സ്കൂളുകളിലും ലഭ്യമല്ല. ഓരോ സ്കൂളുകളിലുമുള്ള വിഷയ കോമ്പിനേഷനുകൾ ഏതാണെന്നുള്ളത് കുട്ടികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഒരു സ്കൂളിലുള്ള വിഷയ കോമ്പിനേഷൻ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്കൂളിൽ നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഏതൊക്കെയാണ് വിഷയ കോമ്പിനേഷനുകൾ ഉള്ളത് എന്ന് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കയറി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും വിദ്യാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. ഏത് വിഷയമാണ് കുട്ടിക്ക് താല്പര്യം, ആ താല്പര്യമുള്ള വിഷയത്തിൽ മാത്രമാണ് പഠിക്കേണ്ടത്. മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി ഒരു കോഴ്സ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യാൻ പാടില്ല. സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും +2 കഴിഞ്ഞാൽ നിരവധി ചാൻസുകൾ സർക്കാർ തലത്തിലും പ്രൈവറ്റ് മേഖലയിലും PSC മേഖലയിലും നിരവധി ചാൻസുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകൾ ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിലേക്ക് അപേക്ഷ നൽകാൻ കൃത്യമായിട്ട് ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷ സ്വന്തമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ഒരു കാരണവശാലും മൊബൈൽ ഫോണിൽ നിന്ന് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കരുത്. വീട്ടിൽ കമ്പ്യൂട്ടറുകളുണ്ടെങ്കിൽ സ്വന്തം തന്നെ വിദ്യാർത്ഥികൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ സ്വന്തം തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം തുടർന്നുള്ള ദിവസങ്ങളിൽ സർക്കാർ നൽകുന്നതാണ്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കയറിയാൽ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ലളിതമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.